നമ്മൾ ഷുഗർ ഡെറിവേറ്റീവ്സ് എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പാർട്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആകെ രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. ഷുഗർ ആസിഡ്സും പറഞ്ഞു, അതേപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഷുഗർ ആൽക്കഹോൾസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൽ മെയിനായിട്ട് നമ്മൾ ഷുഗർ ആസിഡ്സിൽ അല്ല ദർ ആർ മീനിങ്സ് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് നോക്കുക, നല്ലൊരു നോട്ട്സാണ്. ഓക്കെ, ഷുഗർ ആസിഡ്സിൽ ദർ ആർ ഓക്സിഡേഷൻ പ്രോഡക്ട്സ് ഓഫ് മോണോസാക്കറൈഡ്സ്. അക്കോർഡിംഗ് ടു ദി സൈറ്റ് ഓഫ് ഓക്സിഡേഷൻ ഷുഗർ ആസിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു aldonic acid. Aldonic acid എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് ഇൻ കാർബോക്സിലിക് ഗ്രൂപ്പ്. എക്സാമ്പിൾ ഗ്ലൂക്കോണിക് ആസിഡ്. ഇതെല്ലാം പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. യൂറോണിക് ആസിഡ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് ലാസ്റ്റ് കാർബൺ. എക്സാമ്പിൾ ഗ്ലൂക്കറോണിക് ആസിഡ് ഫ്രം glucose. And gluconic acid is important in detoxification reactions. അതായത് നമ്മൾ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്ന റിയാക്ഷൻസിലൊക്കെ ആരുണ്ടാവും? ഗ്ലൂക്കോണിക് ആസിഡ്സ് ഉണ്ടാവും. ബയോസിന്തസിസ് ഓഫ് മ്യൂക്കോപോളിസാക്രൈഡ്സിൻ്റെ ബയോസിന്തസിസിൽ ആര് സഹായിക്കുന്നുണ്ട്? ഗ്ലൂക്കോണിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റബോളിസം ഓഫ് ബിലിറുബിൻ, നമ്മളെ ബൈൽ ആസിഡ് സിന്തസിസിൻ്റെ സമയത്തൊക്കെ എല്ലാവരും മെറ്റബോളിസം ഓഫ് ബിലിറുബിന് എല്ലാം എന്ത് സഹായിക്കുന്നുണ്ട്? ഗ്ലൂക്കോണിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ്സ്, നമ്മൾ ഒരുപാട് സ്റ്റിറോയിഡ്സ് ലൈക്ക് കൊളസ്ട്രോൾ അല്ലേ. ഇപ്പോൾ കൊളസ്ട്രോൾ പോലെയുള്ള സ്റ്റിറോയിഡ്സിൻ്റെ ഒക്കെ എക്സ്ക്രീഷന് ആര് സഹായിക്കുന്നുണ്ട്? ഗ്ലൂക്കോണിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് കം ടു ദി എൽഡാരിക് ആസിഡ് അല്ലെങ്കിൽ സാക്കാരിക് ആസിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡൈകാർബോക്സിലിക് ആസിഡ് റിസൾട്ടിങ് ഫ്രം ദി ഓക്സിഡേഷൻ ഓഫ് ബോത്ത് കാർബണൈൽ കാർബൺ ആൻഡ് ലാസ്റ്റ് കാർബൺ. മറ്റേത് ഓരോന്നും ടെർമിനലും അതേപോലെ തന്നെ കാർബണും ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, രണ്ട് കാർബണൈൽ കാർബൺ ആറ്റമും എന്ത് ചെയ്യുന്നുണ്ട്? They'll undergo the oxidation and they are producing a dicarboxylic acid that is named as aldaric acid or saccaric acid എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കാരിക് ഫോർ എക്സാമ്പിൾ ദേ ആർ ഗ്ലൂക്കാരിക് ആസിഡ് ഫ്രം ഗ്ലൂക്കോസിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ത്? ഗ്ലൂക്കാരിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അനദർ വൺ ഇസ് എൽ ആസ്കോർബിക് ആസിഡ് ഓർ വൈറ്റമിൻ സി. ഇറ്റ് ഇസ് എ വാട്ടർ soluble vitamin and it is a 6-carbon sugar acid derivative from glonic acid, L-ascorbic acid. നെക്സ്റ്റ് കം ടു ദി ഷുഗർ ആൽക്കഹോൾസ്. ഈ ഷുഗർ ആൽക്കഹോൾസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ആൽഡോസസ് ആൻഡ് കീറ്റോസസ് മേ ബി റെഡ്യൂസ്ഡ് അറ്റ് കാർബണൈൽ കാർബൺ ടു ദി കറസ്പോണ്ടിങ് ഷുഗർ ആൽക്കഹോൾസ്. അത് ആൽഡോസും കീറ്റോസസും അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് മാറുന്നത് ഷുഗർ ആൽക്കഹോളായിട്ട് മാറുന്നത് അല്ലേ. അത് ഡി ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഡീസോർബിറ്റോൾ, ഡിമാനോസ്, ഡിമാനിറ്റോൾ, ഡിറൈബോസ്, ഡിറൈബിറ്റോൾ അല്ലേ. ഇങ്ങനെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളായിട്ട് മാറുന്നതാണ് എന്ത്? ഷുഗർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇന്നോസിറ്റോൾ ഇസ് എ സൈക്ലിക് ആൽക്കഹോൾ ഡിറൈവ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ആണ് കേട്ടോ. അപ്പം ഗ്ലൂക്കോസിൽ നിന്നും ഡീസോർബിറ്റോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈക്ലിക് ആൽക്കഹോൾ ഫോമാണ് ഇന്നോസിറ്റോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് വൈറ്റമിൻ ബി കോംപ്ലെക്സ് ദാറ്റ് ആക്ട് ആസ് എ ലിപ്പോട്രോഫിക് ഫാക്ടർ പ്രിവെൻറ്റിംഗ് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഇൻ ദി ലിവർ. ഓക്കെ, അപ്പം വൈറ്റമിൻ ബി കോംപ്ലെക്സ് പാർട്ടിൽ കാണുന്ന ഒരു ആൽക്കഹോൾ ഡെറിവേറ്റീവാണ് ഷുഗർ ഡെറിവേറ്റീവാണ് ഇന്നോസിറ്റോൾ എന്ന് പറയുന്നത്. അപ്പം അതെന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിലുണ്ടാകുന്ന ഫാറ്റ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഫാറ്റ് അക്യുമുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് എന്ത് സഹായിക്കുന്നത്? ഈ ഇന്നോസിറ്റോൾ എന്ന് പറയുന്നത് സഹായിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ദറ്റ് ഈസ് ഡിയോക്സി ഷുഗേഴ്സ്. എന്താണ് ഡിയോക്സി ഷുഗേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ നെക്സ്റ്റ് ഈസ് അവർ ഡിയോക്സി ഷുഗേഴ്സ്. ഡിയോക്സി ഷുഗേഴ്സ് എന്ന് പറയുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ ഓഫ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് റിമൂവ്ഡ് ലീവിങ് എ ഹൈഡ്രജൻ ഗ്രൂപ്പ്. നിങ്ങൾക്ക് ആ ഒരു റിയാക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് നമ്മൾ ഗ്ലൂക്കോസിൽ നിന്നും നമ്മൾ ഗ്ലൂക്കോസിലെ ആൽക്കഹോളിക് ഗ്രൂപ്പിൽ നിന്നും എന്ത് ചെയ്തു? ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പിൽ ഓക്സിജൻ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഓക്സിജൻ റിമൂവ് ചെയ്തപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണോ അതന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിയോക്സി ഷുഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം ദിസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വാട്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ദറ്റ് ഈസ് നെയിംഡ് ആസ് ഡിയോക്സി ഷുഗേഴ്സ്. ഓക്കെ,
that is named as deoxy sugars. ഫോർ എക്സാമ്പിൾ ഡിയോക്സി റൈബോസ് അല്ലേ, നമ്മൾ ഡിയോക്സി റൈബോസ് ഇൻ ന്യൂക്ലിക് ആസിഡ്, ഫ്യൂക്കോസ് ഇൻ ബ്ലഡ് ഗ്രൂപ്പ് സബ്സ്റ്റൻസസ് എന്ന് നമ്മൾ കാണുന്ന സ്ട്രക്ചർ ഏതാണ്? ഫ്യൂക്കോസ് എന്ന് പറയുന്നത് ഡി ഗ്ലൂക്കോസിൻ്റെ ഡെറിവേറ്റീവാണ്. എന്ത്? ഫ്യൂക്കോസ് എന്ന് പറയുന്നത്. അപ്പം ഡി ഗ്ലൂക്കോസിലെ 6th ആൽക്കഹോൾ പൊസിഷനിൽ നിന്നും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നിന്നും ഓക്സിജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എ ഫ്യൂക്കോസ് സ്ട്രക്ചർ. അതേപോലെ തന്നെ നിങ്ങൾ റൈബോസ് സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതിൽ ഡിയോക്സി റൈബോസ് സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ DNA RNA അല്ലാതെ DNA എന്നുണ്ട്. അപ്പോൾ DNA എന്താണ്? ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ റിമൂവൽ വരുന്നുണ്ട്. അതിന് നമ്മൾ ഡിയോക്സി റൈബോസ് അല്ലെങ്കിൽ DNA ഫുൾ ഫോം എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അല്ലേ. അതിൻ്റെ പേര് തന്നെ വരാൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് കാരണം. അതായത് സാധാരണ നമ്മൾ പറയുമ്പോൾ RNA എന്ന് പറയുമ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡാണ്. അപ്പോൾ അതിലെന്തുണ്ടാവും? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആ റൈബോ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഡിയോക്സി റൈബോസ് എന്ന് പറയുമ്പം ആ റൈബോ സ്ട്രക്ചറിൽ നിന്നും അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ നിന്നും ഒരു ഓക്സിജനെ, ആൽക്കഹോളിക് ഗ്രൂപ്പിലുള്ള ഒരു ഓക്സിജനെ എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടാണ് ഈ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്തായിട്ട് മാറുന്നത്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡായിട്ട് മാറുന്നത്. അപ്പം ഒരു ഓക്സിജനെ റിമൂവ് ചെയ്ത് കിട്ടുന്ന, നമ്മൾ ഷുഗറിൽ നിന്നും ആൽക്കഹോളിക് ഗ്രൂപ്പിലുള്ള ഒരു ഓക്സിജനെ റിമൂവ് ചെയ്ത് കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിയോക്സി ഷുഗേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദി അമൈനോ ഷുഗേഴ്സ്. ഷുഗർ ഡെറിവേറ്റീവ്സിലുള്ള നെക്സ്റ്റ് കാറ്റഗറിയാണിത് അമൈനോ ഷുഗേഴ്സ് എന്ന് പറയുന്നത്. These are those sugars in which an amino group is substituted for a hydroxyl group. അല്ലേ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ ആൽക്കഹോളിക് ഗ്രൂപ്പിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വിത്ത് അതർ അമൈനോ ഗ്രൂപ്പ്. ഒരു അമൈനോ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിയാക്ഷൻ കാണും അല്ലേ. അതിൽ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം NH2 ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ ഡി ഗ്ലൂക്കോസ് അമൈൻ കിട്ടും അല്ലേ. അതേപോലെ തന്നെ N-acetyl ഗ്ലൂക്കോസമൈൻ, N-acetyl ഗലക്ടോസമൈൻ അല്ലേ. അങ്ങനെ ഒരുപാട് കോമ്പൗണ്ട്സ്, ഇതെല്ലാം എന്താണ്? അമൈനോ ഷുഗേഴ്സ് ആണ്. അമൈനോ ഷുഗേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ എ കോമ്പോണൻറ്റ് ഓഫ് മ്യൂക്കോപോളിസാക്കറൈഡ്സ്. നമ്മൾ ഗ്ലൈക്കോസമൈൻ, ഗ്ലൈക്കൻസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, പോളിസാക്കറൈഡ്സ്. അതൊക്കെ നമ്മളിനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലൊക്കെ നമുക്ക് മനസ്സിലാവും ഈ അമൈനോ ഷുഗേഴ്സ് എന്താണെന്നുള്ളത്. അപ്പം ഈ അമൈനോ ഷുഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് in many of the metabolism, and even they are the components of mucopolysaccharides and antibiotics. അപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പം അമൈനോ ഷുഗേഴ്സിനെ നിങ്ങൾ നോട്ട്സ് പോലെ ഞാൻ അയച്ചതിലുള്ള ഒരു ഡെഫിനിഷനാണ്. അതായത് ദീസ് ആർ മോണോസാക്രൈഡ്സ് ഇൻ വിച്ച് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റ് C2 ഈസ് റീപ്ലേസ്ഡ് ബൈ അമൈനോ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാലും അത് ഡെഫിനിഷൻ കറക്റ്റാണ്. ഗ്ലൂക്കോസമൈൻ ആൻഡ് ഗലക്ടോസമൈൻ ആർ എക്സാമ്പിൾസ് ഓഫ് അമൈനോ ഷുഗേഴ്സ്. ഓക്കെ, അമൈനോ ഷുഗേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ബയോസിന്തസിസ് ഓഫ് മ്യൂക്കോപോളിസാക്രൈഡ്സ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്നും പറയാം. ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്ന് പറയുമ്പം പ്രോട്ടീൻ കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. ഒരുപാട് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗ്ലൂക്കോസമൈൻ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ഹെപ്പാരിൻ ആൻഡ് ഹൈലറോണിക് ആസിഡ്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മളിനി പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് അധികം ഡിസ്കസ് ചെയ്യാത്തത്. ഗ്ലൂക്കോസമൈൻ, അതേപോലെ തന്നെ ഗലക്ടോസമൈൻ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഗാലക്ടോസ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് കോൺട്രാക്റ്റിൻ സൾഫേറ്റ്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇനി പഠിക്കും. ഗാലക്ടോസമൈനൊക്കെ നമ്മൾ മ്യൂക്കോപോളിസാക്രൈഡ്സ് അല്ലേ, നമ്മൾ ഗ്ലൈക്കോസമൈൻ ഗ്ലൈക്കൻ സ്ട്രക്ചറിൽ വരുന്നതാണ് കോൺട്രാക്റ്റിൻ സൾഫേറ്റ്. അതേപോലെ തന്നെ ഹെപ്പാരിൻ, ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? നമ്മളെ പോളിസാക്രൈഡാണ്. പോളിസാക്രൈഡ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നോ? ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മോണോസാക്രൈഡ്സ് എന്താണെന്നാണ്. അപ്പോൾ മോണോസാക്രൈഡ്സ് എന്താണ്? മോണോസാക്രൈഡ്സ് ഫോളോ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മോണോസാക്രൈഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ, ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മോണോസാക്രൈഡ്സ് എന്താണ് അല്ലേ? മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പം നമ്മൾ ഷുഗറാണ്, പക്ഷെ എന്ത് ചെയ്യില്ല, ഹൈഡ്രോളിസിസ് ചെയ്യാത്ത ഹൈഡ്രോളിസിസിൻ്റെ ആക്ഷൻ വരാത്ത കോമ്പൗണ്ട് നമുക്ക് എന്ത് പറയാം? മോണോസാക്രൈഡ്സ് എന്ന്
എന്ന് പറയും അല്ലേ. അപ്പോൾ ഹൈഡ്രോളിസിസ് ചെയ്ത് വേറെ കോമ്പൗണ്ട് ഉണ്ടാകുന്നില്ല, അപ്പം അത് മോണോസാക്കറൈഡാണ്. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒലിഗോസാക്കറൈഡ്സ് ആണ്. ദേ കൺസിസ്റ്റ് ഓഫ് 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒലിഗോസാക്കറൈഡ്സ് ആർ ഡൈസാക്കറൈഡ്സ് ആണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, ഒലിഗോസാക്കറൈഡ്സ് ആണ്. അതിൽ 2 മുതൽ 10 വരെയുള്ള മോണോസാക്കറൈഡ്സും വരുന്നുണ്ട്. അതായത് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 മുതൽ 10 വരെയുള്ള മോണോസാക്കറൈഡ് യൂണിറ്റ് കിട്ടും. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒലിഗോസാക്കറൈഡ് എന്ന് പറയുന്നത് ഡൈസാക്കറൈഡ്സ് ആണ്. ദാറ്റ് ഈസ് ദിൽ ഗിവ് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആഫ്റ്റർ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മോണോസാക്കറൈഡ് യൂണിറ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൈസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളാണ് എന്ത്, മാൾട്ടോസ്, സുക്രോസ്, ലാക്ടോസ്, ട്രിഹാലോസ് എന്നൊക്കെ പറയുന്നത്. മാൾട്ടോസ് എന്ന് പറയുന്നതിന് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്, ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആണ്. അതായത് മേഡപ്പ് ഓഫ്, നമുക്ക് എങ്ങനെയും പറയാം മാൾട്ടോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസും വെച്ചാണെന്നും പറയാം. അതേപോലെ തന്നെ സുക്രോസ് എന്ന് പറയുന്നത് അടുത്ത ഡൈസാക്കറൈഡാണ്. അതുണ്ടാക്കിയിരിക്കുന്നത് ഫ്രക്ടോസും ഗ്ലൂക്കോസും വെച്ചിട്ടാണ്. ലാക്ടോസോ ഗാലക്ടോസും ഗ്ലൂക്കോസും വെച്ചിട്ടാണ് ലാക്ടോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, 2 മോണോസാക്കറൈഡ് യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളൊന്ന് റിയാക്ഷൻ പോലെ കാണിച്ചിട്ടുണ്ട്. അതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ, അത് വാട്ടർ മോളിക്യൂൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത് എന്താണ്, n നമ്പർ ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഈ ഡെക്സ്ട്രിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ സ്റ്റാർച്ചിലൊക്കെ കാണുന്ന പോലെ നിരത്തി ഒരുപാട് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ജോയിൻ ചെയ്തതിനെയാണ് നമ്മൾ ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്സ്ട്രിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് n നമ്പർ ഓഫ് ഡി ഗ്ലൂക്കോസ് കിട്ടും. അതേപോലെ തന്നെ മാൾട്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡി ഗ്ലൂക്കോസ് കിട്ടും. ലാക്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാലോ ഗാലക്ടോസും ഡി ഗ്ലൂക്കോസും കിട്ടും. സുക്രോസിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രക്ടോസും ഗ്ലൂക്കോസും കിട്ടും അല്ലേ, വിത്ത് ദി പ്രസൻസ് ഓഫ് ദിയർ കറസ്പോണ്ടിങ് എൻസൈംസ്. ഡെക്സ്ട്രിൻ ആണെങ്കിൽ ഡെക്സ്ട്രിനേസ്, മാൾട്ടോസ് ആണെങ്കിൽ മാൾട്ടേസ്, ലാക്ടോസ് ആണെങ്കിൽ ലാക്ടേസ്, സുക്രോസ് ആണെങ്കിൽ സുക്രേസ്. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ഡൈസാക്കറൈഡ് ഫോർമേഷൻ പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ചില ഇമ്പോർട്ടൻസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് എടുത്ത് ഇനി ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പം അത് ഞാൻ വിചാരിക്കുന്ന കുറച്ചും കൂടി നല്ലത് നമ്മൾ ഓരോരോ, അതായത് നമ്മൾ ഡൈസാക്കറൈഡ് ഓരോന്നെടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഗ്ലൈക്കോസിഡിക് ബോണ്ടും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നെടുത്ത് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളെ ചെറിയ വർക്ക്സ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഈ നോട്ട് ഞാൻ തരാം. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ നോട്ട് പ്രിപ്പയർ ചെയ്യുക, ഷുഗർ ആസിഡ് ഡെറിവേറ്റീവ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഈ വീഡിയോയും അതേപോലെ തന്നെ തരുന്ന നോട്ട്സും കമ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അങ്ങനെ നല്ലൊരു നോട്ട് ഷുഗർ ഡെറിവേറ്റീവ്സിൻ്റെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് മിസ്സിന് ഗൂഗിൾ ക്ലാസ് റൂമിൽ അയക്കാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാനതിൻ്റെ വർക്ക് ഇടുന്നുണ്ട്. അപ്പം അതിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.